ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ അവർ ലൈഫാണ്. ഇത് കഴിഞ്ഞ സൺഡേയിലെടുത്ത വ്ളോഗാണ്. ഞങ്ങളുടെ ലൈഫിലൊരു ഫുൾ ഡേയിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൺഡേ എന്ന് പറയുമ്പോൾ പലരുടെയും ലൈഫിൽ ഒരു ലേസി ഡേ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും. സൺഡേ എന്ന് പറയുമ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും എണീക്കുക. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എണീക്കുക. അപ്പോഴേക്കും നേരെ നന്നായി വെളുത്തിട്ടുണ്ട്. അങ്ങനെ എണീറ്റ് പാടെ മുഖമൊക്കെ കഴിപ്പിച്ച് പല്ലേപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ വെയിൽ കൊള്ളിക്കണം. ഇവിടെ പൊതുവെ രാത്രിയാണല്ലോ പുറത്തിറങ്ങാറ്. പകലങ്ങനെ ഇറങ്ങി നടക്കാൻ തോന്നുന്ന ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ കുറച്ച് നേരം രാവിലെ വെയിൽ ഒളിപ്പിക്കൽ പതിവാണ്. അതുപോലെ മോൾക്കായാലും ഈ ഒരു കുഞ്ഞു ബാൽക്കണിയിൽ വന്ന് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് പ്രാവുകളിലേക്ക് നോക്കിയിരിക്കുന്ന വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രാവുകളൊക്കെ വരാറുണ്ട്. വെള്ളം കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പിറുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കാറുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ചായ കുടിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ 2-3 സിപ്പ് കുടിക്കും. കുറച്ചുകൂടി പഴുക്കട്ടെ, കുറച്ചുകൂടി പഴുത്ത് തരാം കേട്ടോ. ഇപ്പൊ പഴം വേവിച്ചിട്ട് തരാം. പഴം തരാം പാപ്പുന്. അത് കുറച്ചു നേരം കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മാങ്ങയും പഴുക്കും. അപ്പം മാങ്ങ തരാം കേട്ടോ. ഓക്കെ. ഇവിടുത്തെ അടുക്കളയൊക്കെ വളരെ ചെറിയ അടുക്കളകളാണ്. നമുക്ക് 2 ആൾക്ക് നിന്ന് പെരുമാറാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ അടുക്കള വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പകുതിയൊക്കെ വരുള്ളൂ. പക്ഷെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് കൂടുതൽ സൗകര്യം. എല്ലാം കയ്യെത്തും ദൂരത്ത് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ചായ റെഡിയായി. സൺഡേസിൽ പൊതുവെ രാവിലെ കാര്യമായിട്ടൊന്നും അങ്ങനെ വലുതായിട്ട് കഴിക്കാറില്ല. മാവുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കും. അതല്ലെങ്കിൽ റെഡി കുക്ക് ചപ്പാത്തി മേടിച്ച് ഉണ്ടാക്കാറാണ് പതിവ്. സൺഡേ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഒരു 6 മണി 6:15 ആകുമ്പോഴേക്കും എണീക്കാറാണ് പതിവ്. പിന്നെ രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിയുമ്പോഴേക്കും മോള് എണീക്കും. പിന്നെ അവളുടെ പുറകിലായിരിക്കും ഓട്ടം. സമയം പോകണം തന്നെ അറിയില്ല. രാവിലെ മിക്ക ദിവസങ്ങളിലും നിതുവേബിക്ക് മുട്ട തന്നെ കൊടുക്കാറ്. അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതാവട്ടെ. ഇവിടെ അച്ഛനും മകളും കൂടി ഒരേ കളിയാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമല്ല, ഒന്ന് അലക്കാനായിട്ടുണ്ട്. അപ്പം എന്നൊന്ന് അലക്കാനിടണം. സൺഡേ എന്ന് പറഞ്ഞാൽ തന്നെ പതുക്കെ ആയിരിക്കും ഓരോ പണികളൊക്കെ ചെയ്യുന്നത്. രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്ക്, ഉച്ചക്കലത്തെ ഫുഡ് വൈകിട്ടൊക്കെ ആയിരിക്കും കഴിക്കുക. പിന്നെ എന്നും ഇല്ലാത്ത മടിയായിരിക്കും ആ ഒരു ദിവസത്തിന്. ഇവിടെ ഒരാൾ എന്തൊക്കെയോ വലിച്ചിടുന്നുണ്ട്. ഇതന്നെയാ ഡെയിലി പണി. ഞാനൊന്ന് ഒതുക്കി വെക്കുമ്പോഴേക്കും ഇവിടെ വേറെ ഒന്ന് വലിച്ചിട്ടുണ്ടാവും. ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചായ കുടിച്ചു. പിന്നെ അതിനോടൊപ്പം കുറച്ച് ബിസ്ക്കറ്റും ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിച്ച് രാവിലത്തെ അങ്ങനെ ഫുഡ് കഴിഞ്ഞു. ചായ കൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഫോണും TV ഒക്കെ നോക്കി അങ്ങനെ ഇരുന്നു. ഇതാ അവിടെ ഒരാൾ ഒരേ ഡാൻസ് ആണ്. പാട്ട് വെച്ചാൽ പിന്നെ നല്ല ഡാൻസാ. പാപ്പൂന് മുട്ട തന്നെ പുഴുങ്ങിയെടുത്തത്. ആദ്യം പഴം കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ മുട്ടനെ ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ അതെടുത്ത് പുഴുങ്ങി കൊടുത്തു. പഴം വേണമെങ്കിൽ വൈകിട്ട് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ഇഷ്ടമെങ്കിൽ വെള്ളം മാറ്റാനായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒഴിവുള്ള സമയത്ത് ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കില്ല പണി. ഇവിടെ ഒരാളെ കഴിപ്പിക്കാന്ന് പറഞ്ഞൊരു മെനക്കെട്ട പണി തന്നെയാണ്. ചില സമയത്ത് അനുസരണയോടെ ഇരിക്കും, എല്ലാ സമയത്ത് ഭയങ്കര വാശിയായിരിക്കും. ഇന്ന് സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്.
മിക്ക ഞായറാഴ്ചകളിലും എനിക്ക് അടുക്കളയിൽ നിന്ന് കുറച്ച് റെസ്റ്റ് കിട്ടാറുണ്ട്. പുതിയ കുക്കിംഗ് പരീക്ഷണങ്ങളും പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ആയിട്ട് സമയം പോകുന്നതിന് അറിയില്ല. ഇനിയിപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണത്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ചിക്കൻ ബിരിയാണി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആദ്യത്തെ പ്രാവശ്യം കുക്കറിൽ വെച്ച് റൈസ് പെട്ടെന്ന് നന്നായിട്ട് വെന്ത് പോയിട്ട് കഴിക്കാൻ അങ്ങനെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം എന്നാൽ പിന്നെ പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രത്തിൽ വെച്ചപ്പോൾ പാത്രവും അടിപിടിച്ച് റൈസും വെന്ത് കുളമായി. അവസാനം കഴിക്കാനും പറ്റിയില്ല. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയപ്പോഴും കുറച്ചൊരു വേവ് കൂടിപ്പോയി. എന്നിട്ടിപ്പോൾ ഈ ആഴ്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിസ്റ്റർ ഷെഫ് നോക്കിക്കോ. ടി വി കാണാണോ? ഇതാ ഇവിടെ ഒരാളുടെ നീരാടലും തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് വെള്ളത്തിൽ നിന്ന് എണിക്കില്ല. ആൾക്ക് വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോഴേക്കും എൻ്റെ അടിക്കലും തുടക്കലൊക്കെ നടക്കട്ടെ. നമ്മൾ പിന്നെ എത്ര അടുക്കി ഒതുക്കി വെച്ചാലും കുട്ടികളുള്ള വീടാകുമ്പോൾ എപ്പോഴും ഓരോന്ന് വലിച്ചിട്ടുകൊണ്ടേയിരിക്കും. ദിവസവും എനിക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ഈ ഒരു അടുക്കലും ഒതുക്കലും ക്ലീനിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് സമയം പോവാറ്. ഇവിടെ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയുടെ പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഒരാളെ കുളിച്ച് കുട്ടപ്പനായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടാണെങ്കിൽ പുറത്തൊക്കെ നല്ല ചൂടാണ്. ഈ സമയത്തൊക്കെ പുറത്തിറങ്ങി പറഞ്ഞാൽ കരിഞ്ഞു പോകും ആൾക്കാർ. അമ്മാതിരി ചൂടാണ്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിക്കാനുള്ളത് കൂടി ആയിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. ഭാവിക്ക് ഇതൊന്ന് കാലിങ്ങനെ വെച്ചിരിക്കുന്നത്. ഹലോ, ഉറക്കം വരുന്നുണ്ടോ? പാപ്പിന് ഉറക്കം വന്നാ? ഉറങ്ങണോ ഭാവിക്ക്? ടീ വന്നിരിക്കുന്ന അമ്മയെ കുളിച്ചിട്ട് വരാം. ശരി. ആനെ കുളി കഴിഞ്ഞു. ഇപ്പം തന്നെ സമയം ഉച്ചയായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. ഇതൊക്കെ കഴിഞ്ഞു. ബിരിയാണി ആയി നോക്കട്ടെ. ആയോ? ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ സാലഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. ഇവിടെ കുറച്ച് കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ കൈ തരുമ്പോ. ആ, പാപ്പുന്റെ ഫേവറേറ്റാ. ഇങ്ങോട്ട് വാ. എക്സ്പ്രഷൻ കിട്ടുന്നോട്ടെ. ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യാം അല്ലേ? അങ്ങനെ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആഹാ, വിശക്കുന്നു. ചൂടോടുകൂടി നമുക്ക് കഴിച്ചാലോ? ചിക്കൻ. ഓ, ചൂട്. സാലഡ് റെഡി ആയിട്ടുണ്ട്. വേണോ? അയ്യോ, അയ്യോ.
ചൂടുണ്ടോ? ഇപ്രാവശ്യത്തെ ബിരിയാണി ശരിക്കും കറക്റ്റ് വേവൊക്കെ ആയിരുന്നു. അങ്ങനെ 3-4 പരീക്ഷണങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പെർഫെക്റ്റ് ബിരിയാണി റെഡി ആയത്. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പിന്നെ നാട്ടിലേക്ക് വിളിച്ച് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനമ്മയോട് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ ആഴ്ച പോയിട്ട് സമയം വൈകിയതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആഴ്ച എന്തായാലും പോവാന്ന് വിചാരിച്ചു. കുറേ ആയി പോകണമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റിൻ്റെ ട്രാവലേ വരുന്നുണ്ടോ. അപ്പോൾ എന്തായാലും ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങി. ഷാർജയിൽ തന്നെയുള്ള അൽഖാൻ ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിലെത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ ഒരു 6 മണിയാകുമ്പോഴേക്കും ബീച്ചിലെത്തി. ഈ ഒരു ബീച്ചിൽ നമുക്ക് കയറുന്നതിന് ചാർജ് ഉണ്ട്. ഒരാൾക്ക് 10 ദിർഹമാണ് വരുന്നത്. അതല്ല 7 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഓടി നടന്നേ, മണൽ നോക്കി നടക്കുക. ഇതാണ് അൽഖാൻ ബീച്ച്. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ നോക്കുമ്പോൾ ഊഞ്ഞാലൊന്നും കാണാനില്ല. പിന്നെ ഊഞ്ഞാലിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് നടക്കണം. ആ ഒരു സൈഡായിട്ട് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നത് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ചധികം സ്ഥലം മൊത്തം നിരപ്പായി കിടക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇരുന്നും ഓടിക്കളിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. കണ്ട ഈ ഒരു സ്ഥലം മൊത്തം നിരപ്പായി കിടക്കുകയാണ്. വലിയ തിരമാലകൾ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ കുട്ടികൾക്ക് പേടിക്കാതെ കളിക്കുകയും ചെയ്യാം. വാവ്, പാപ്പുന്റെ വണ്ടി റെഡി ആയല്ലോ. ആയിരുന്നേ വണ്ടിയിലിരുന്നേ. കുറച്ചുകൂടി ഫ്രണ്ടിൽ പോകണം തോന്നുന്നു. കാല് നിലത്ത് കണ്ടോ. അയ്യോ, പാപ്പന് ഇവിടെ വന്ന് നീന്താൻ പറ്റില്ലല്ലോ. കുറച്ച് അങ്ങോട്ട് പോവായിരുന്നു. അങ്ങനെ ഒരു 1 മണിക്കൂറോളം നേരം വെള്ളത്തിൽ നീന്തിയൊക്കെ കുളിച്ചു. വെള്ളത്തിൽ കളിച്ചു മതിയായോ പാപ്പുനെ? ഒരു 7 മണിക്ക് കഴിഞ്ഞപ്പോൾ ഗാർഡ്സൊക്കെ വന്ന് എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറാൻ പറഞ്ഞു. അങ്ങനെ ബീച്ചിലൊക്കെ പോയി വന്നപ്പോൾ മൊത്തം മേത്ത് മൊത്തം മണലും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇട്ട ഡ്രസ്സോടെ തന്നെയാണ് വന്നത്. ഡ്രസ്സൊന്നും അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ വന്നു. കുളി കഴിഞ്ഞതായിരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, ഉറങ്ങണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.